ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് മലയാളിക്ക് വളരെ സുപരിചിതനായ ഒരാളാണ്. മലയാളികൾ മാത്രമല്ല, വിദേശത്ത് നിന്ന് എത്തുന്നവർക്കും ആ രുചി ഇനിയിപ്പോൾ ആസ്വദിക്കാൻ കഴിയും. ഈ അയ്യപ്പ സംഗമവേദിയിൽ സംഗമത്തിന്റെ ഭക്ഷണപ്പുരയിൽ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളും അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞു. ആരാണെന്നല്ലേ അദ്ദേഹം, കണ്ടോളൂ. ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്നവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന പാചകപ്പുരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവിടെയും അയ്യപ്പ ഭക്തന്മാർക്കും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും ഭക്ഷണം തയ്യാറാക്കുന്നത്. മറ്റാരുമല്ല, പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ്. കലോത്സവം മാത്രമല്ല, അയ്യപ്പ സംഗമത്തിനും സദ്യ ഒരുക്കുന്നത് താങ്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും കലോത്സവം മാത്രമല്ല, എല്ലാ ഭക്ഷണം, വെജിറ്റേറിയൻ ഭക്ഷണം എവിടെയുണ്ട് അവിടെയെല്ലാം കൊടുക്കാവുന്ന സാഹചര്യമുണ്ട് നമ്മൾ കൊടുത്തിരിക്കും. ഇത്തവണ ഈ അയ്യപ്പ സംഗമത്തിന് എന്താണ് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പോകുന്നത്? സ്പെഷ്യലൊന്നുമില്ല. ഇതിപ്പോൾ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇത് തന്നെ ഒരു ഡിവൈൻ കൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ സദ്യക്കല്ല പ്രാധാന്യം, നല്ല ഭക്ഷണം, അതിനുള്ള മെനു കൃത്യമായിട്ട് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എത്ര പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ 5000 പേർക്ക് ഉച്ചയ്ക്ക്. രാവിലെയും അതേപോലെ? രാവിലെ ഒരു 4000 മുകളിൽ എത്തുമായിരിക്കും. ഉച്ചയ്ക്ക് 5000, വൈകുന്നേരം ഒരു 4000. ഈ എങ്ങനെ കാണുന്നു ഈ ഒരു പരിപാടിയിലേക്ക് അങ്ങ് തന്നെ സദ്യ ഉണ്ടാക്കണമെന്ന് ക്ഷണിച്ചപ്പോൾ എന്ത് തോന്നിയായിരുന്നു? അങ്ങനെയൊന്നും ചോദിക്കില്ല. അത് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ പിന്നെ അത് എവിടെയെന്നുള്ള പ്രശ്നമല്ല, വരാമെന്ന് പറഞ്ഞു ഒന്നും അത്രേ ഉള്ളൂ. സദ്യക്ക് എത്ര വട്ടം കറികളൊക്കെ ഉണ്ട്? ഇവിടെ നമ്മൾ 12 കൂട്ടം വിഭവങ്ങളാണ് സദ്യക്ക് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, ദോശ, പഴന്നുറുക്ക തുടങ്ങിയ വിഭവങ്ങളാണ്. ടീ സ്നാക്സ് ഉണ്ട്. അതിൽ ഒരു നേരം ഉഴുന്നോട് കൊടുക്കുന്നുണ്ട്, ഒരു നേരം വട്ടപ്പ കൊടുക്കുന്നുണ്ട്, സ്റ്റീം. പിന്നെ ആ കൂടുതൽ നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക് നമ്മൾ വെജിറ്റബിൾ പുലാവ്, ചില്ലി ഗോബി, പനീർ ബട്ടർ മസാല, ഫുൾക്ക റൊട്ടി, രാവിലത്തെ ചായക്കും കാപ്പിക്കും ഒപ്പം തന്നെ നമ്മൾ മിൽക്ക് വിത്ത് കോൺഫ്ലെക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വളരെ റിച്ച് ആയിട്ടുള്ള, എന്നാൽ ലൈറ്റ് ആയിട്ടുള്ള, എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഒരു മെനുവിൻ്റെ ക്രമം തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ഈ പാചകത്തിന് സഹായിക്കാൻ വേണ്ടി എത്ര പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 40 ആൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി. അങ്ങനെ 40 പേരടങ്ങിയ സംഘവുമായിട്ടാണ് പഴയിടം മോഹനൻ നമ്പൂതിരി ആഗോള അയ്യപ്പ സംഗമത്തിന് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. കേരളീയർക്ക് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് കഴിക്കാൻ തരത്തിലുള്ള ഭക്ഷണം തന്നെയാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷിജിത് കണ്ണോത്തിനൊപ്പം RB സനു, മീഡിയ 1.